നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ഇതിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അതെന്താണെന്ന് വെച്ചാൽ പ്രതിമാസം എല്ലാ കോളേജ് കോളേജിലെ പെൺകുട്ടികൾക്കും പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടിയെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും. ഇന്ത്യ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു സ്കീമാണ് ഈ ഇന്ത്യ ഗ്യാരണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ പെൺകുട്ടികൾക്ക് കുറേ ചിലവുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പഠിക്കാനുള്ള ചിലവ്, പിന്നെ അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ചിലവ്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ചിലവുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യാനുള്ള ചിലവ്, അങ്ങനെ മറ്റ് ഇഷ്ടംപോലെ ചിലവുകളുണ്ടാവും. അങ്ങനെ അപ്പോൾ ഇവയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ 1000 രൂപ എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, 1000 രൂപയ്ക്ക് ചെറുതല്ല, അതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ 1000 രൂപ കൊണ്ട് നടക്കുമല്ലോ. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 300 രൂപയ്ക്ക് യാത്രാ ചെലവും, 250 രൂപയ്ക്ക് നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ ചിലവും, പിന്നെ 250 രൂപയ്ക്ക് നമുക്ക് പഠന സാമഗ്രികൾ മേടിക്കാനുള്ള ചിലവും, അതുപോലെ തന്നെ 200 രൂപ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുറേ പേർ ഡിഗ്രിയൊക്കെ എടുക്കുമ്പോൾ പഠനം പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോകുന്നൊരവസ്ഥ നമ്മളെല്ലാവരും കാണാറുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ പൈസയുടെ അഭാവം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഒക്കെ ആയിരിക്കും. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, എന്ന് വെച്ചാൽ പണിയെടുക്കണോ പഠിക്കണോ എന്നുള്ള ഒരു ചിന്ത ആ ഒരു സമയത്ത് വന്നേക്കാം. കാരണം എന്താണ്, പൈസ ഇല്ലാത്തൊരവസ്ഥ കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ചിന്തയൊക്കെ വരുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. എന്നിരുന്നാൽ കൂടി കുറേ പേരൊക്കെ പഠനം നിർത്തിപ്പോകുന്ന അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ധനസഹായം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതൊരു ചെറിയ പൈസ ആണെങ്കിൽ കൂടി. അപ്പോൾ പിന്നെ വാച്ച് ടവർ എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏത് ജോലിക്കാരും കൂടുതൽ പ്രാധാന്യമെന്നും കൂടുതൽ ഡിമാൻഡ് എന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറേ പേർക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെ ജോലി സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും അത് പ്രാക്ടിക്കലായി എങ്ങനെ ചെയ്യാമെന്നൊന്നും നമ്മുടെ കോളേജിലോ അതുപോലെ തന്നെ പഠന സ്ഥലത്തോ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. അതൊരു വലിയ പോരായ്മയായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി വരാൻ പോകുന്ന മേഖല ഏതാണെന്നും അതിനെ അനുസൃതമാക്കി കോളേജുകളിൽ മറ്റും പഠനങ്ങൾ മാറ്റുന്നൊരവസ്ഥയാണ് ഈ വാച്ച് ടവർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ 1000 രൂപ ഈ ധനസഹായം നൽകുന്നതുകൊണ്ട് മാത്രം ആവുന്നില്ലല്ലോ ഒന്നും. നമ്മൾ വിദ്യാർത്ഥികൾ മുൻകൈ എടുത്ത് വേണം ബാക്കി മുൻപോട്ട് പോകാൻ. എന്താണെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനും പിന്നെ ചിലവൊക്കെ ചുരുക്കാനും പിന്നെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പുതിയ സ്കില്ലുണ്ടാക്കാനും പിന്നെ ജോലി സ്ഥലത്ത് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായി മനസ്സിലാക്കാനും എല്ലാം നമ്മൾ ഒരു ത്വരയോടുകൂടെ വേണം നമ്മൾ വിദ്യാർത്ഥികൾ മുൻപോട്ട് പോകാൻ. അല്ലാതെ ഈ ചെറിയൊരു ധനസഹായം കിട്ടിയത് കൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറേ പേർ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൈസ ഗവൺമെൻറ്റിൽ പഠിക്കുന്നവർക്ക് മാത്രമാണോ അതോ പ്രൈവറ്റിലുള്ളവർക്ക് മാത്രമാണോ, പിന്നെ പെൺകുട്ടികൾക്ക് മാത്രം ആയതെന്തുകൊണ്ട്, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഈ പ്രഖ്യാപനം ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് നമുക്ക് അവസാനമായി നമുക്ക് എന്താണ് കാര്യമെന്നും എന്താണ് പൂർണ്ണത എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.